നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരള പോലീസിൻ്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ AIG ആയി, അതായത് IPS ഒക്കെ ലഭിച്ച് അവിടെ AIG പദവിയിൽ എത്തിയതിന് ശേഷം വിരമിച്ച ശ്രീ B. ഗോപാൽ കൃഷ്ണൻ. നമസ്കാരം സാർ, സ്വാഗതം. വന്ദേ മാതരം. സാറ് മുമ്പും ജനഭൂമിയിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട് ചർച്ചകളിൽ. ജനഭൂമിയിലാണ് തുടങ്ങിയത്. സാറ്, ഞാൻ നേരിട്ടങ്ങ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങേക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് വിദേശകാര്യം, നയതന്ത്രം ഒക്കെ. അങ്ങ് പലപ്പോഴും ഇത് സംബന്ധിച്ച പല കാര്യങ്ങളും പലയിടത്തും എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. ഇപ്പം നമ്മുടെ ഈ ഇറാനിലുണ്ടായിരിക്കുന്ന പ്രശ്നം, ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചു, അവിടെ വലിയ സംഘർഷം നടക്കുന്നു. ഈ പറയുന്നത് പോലെ GCC രാജ്യങ്ങളിൽ ഇറാൻ തിരിച്ചടിച്ചു, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സത്യത്തിൽ ഈ ഇറാൻ പ്രശ്നത്തിൻ്റെ ഒരു ആധാരം, അതിൻ്റെ ഒരു മൂല കാരണം എന്താണ് സാർ? പ്രശാന്തിൻ്റെ, ഞാൻ ഇങ്ങനെയുള്ള ഒരു ചോദ്യം പ്രതീക്ഷിച്ചല്ല വന്നത്, പക്ഷേ ഐ ആം പ്രിപ്പയർഡ്. നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ഒറ്റ ചോദ്യത്തിൽ ഒതുക്കി. ദാറ്റ് ഇസ് എനഫ്. മൂല കാരണം എന്തെന്നുള്ളത്, ഈ USA-യിലുള്ളവരും പിന്നെ ഇറാനിലുള്ള ജനങ്ങളും എനിക്ക് അവരുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ ഇപ്പോഴെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ 2 സ്ഥലത്തും പോയിട്ടുണ്ട്. ഈ ഇറാനികൾ എന്ന് പറഞ്ഞ വലിയ സിവിലൈസേഷൻ, അതെ, ബുദ്ധയുടെ, അതെ, വളരെ പ്രാചീനമായ ബുദ്ധയുടെ കണ്ടംപററിയായ സൈറസ് ദ ഗ്രേറ്റ്, അദ്ദേഹം ഭരിച്ച രാജ്യമാണ്. വലിയ സിവിലൈസ്ഡ്, നമ്മൾ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യമല്ല. പക്ഷേ കഷ്ടകാലത്തിന് അവരുടെ ഒരു ഹിൽ ഫൈറ്റ് എന്നുള്ള ഇത് വെച്ചിട്ട് 1979 തൊട്ട് കൊമേനി, ഇപ്പോൾ ഉള്ളത് കൊമേനിയെ അമേരിക്ക തന്നെ USA തന്നെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ്. അപ്പോൾ എല്ലാം നമ്മുടെ സ്വന്തം ആളാണ് കൊമേനി എന്ന് പറഞ്ഞ് ഈ ഷായുമായിട്ട്, നേരത്തെ ഇരുന്ന ഷായുമായിട്ട് USA അല്ല, ഇംഗ്ലണ്ടാണ് തെറ്റിപ്പിരിഞ്ഞത്. അവരുടെ ഈ ഓയിൽ കമ്പനിയൊക്കെ ദേശസൽക്കരിച്ച് നാഷണലൈസ് ചെയ്ത തർക്കം, പൈസയുടെ എക്കണോമിക്സ്, എണ്ണക്കച്ചവടമായിട്ട് വന്നിട്ട് ഈ UK എപ്പോഴും ഞാനെപ്പോഴും എൻ്റെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ കുറുക്കൻ, നമ്മുടെ തിരുവനന്തപുരം പക്ഷേ ഊളൻ എന്നൊക്കെ പറയുന്ന ഒരു രാജ്യം UK ആണ്. ഭയങ്കര റേസിസ്റ്റ് കൺട്രിയാണ്. നമ്മളെല്ലാവരും ജർമ്മൻസ് ആണ് റേസിസ്റ്റ് എന്ന് പറയും, ഒരിക്കലും അത് ശരിയല്ല. UK ആണ് ഏറ്റവും വലിയ റേസിസ്റ്റ് രാജ്യം. അപ്പോൾ അവരുടെ ഒരു കുത്തിത്തിരിപ്പ് കാരണമാണ് നുണ കേട്ട് USA ഇയാളെ കൊണ്ടുവന്നത്, കൊമേനിയെ കൊണ്ടുവന്നപ്പോഴും നമ്മുടെ ആളാണെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് തിരിഞ്ഞു. അയാൾ തലക്കെട്ടൊക്കെ ആയിട്ടാണ് വന്ന ഭയങ്കര ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു മത യാഥാസ്ഥിതികത്വം. അതെ, അവര് ഷിയാക്കളാണ്, നേരെ സുന്നികളുടെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ 2 മക്ക ഞങ്ങൾ പിടിക്കും, ഞങ്ങളുടേതാണ് മക്ക എന്ന് പറഞ്ഞ് വേറെ 2 രാജ്യങ്ങളുണ്ട്, ഒന്ന് ഇറാനും ഒന്ന് ടർക്കിയും. ഇവർ രണ്ടുപേരും ഇപ്പൊ ഇരിക്കുന്ന സൗദി അറേബ്യയിൽ നിന്ന് എപ്പം തപ്പിയെടുക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വ നിരയിൽ ഞങ്ങളാണ് അതിന് യോഗ്യം എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. നേരത്തെ ഈ മൂപ്പളമ തർക്കം ഉണ്ട്. ഈ 57 ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ട്. ആ 57 രാജ്യങ്ങൾ ഏറ്റവും വലിയ ഇസ്ലാമിക നമ്പർ 2 രാജ്യം നമ്മളാണ്. നമ്മളിവിടെ ഇസ്ലാമികമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട്, ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയാണല്ലോ ഏറ്റവും. ബട്ട് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള അത് 57 പേരുണ്ട്. 57 പേരിൽ പിന്നെ മിക്കതും ഈ റിലീജിയസ് ആയിട്ടുള്ള ഈ ഡെമോക്രസി, ശരീഅത്ത് നിയമം, എക്സാക്ട് കറക്റ്റ്, ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് കൂടുതൽ. അവരുടെ നേതൃത്വത്തിന് ആക്ച്വലി അറബികളാണ് നേരത്തെ ലീഡ് ചെയ്തിരുന്നത്. ആദ്യം സദ്ദാം ഹുസൈൻ ആയിരുന്നു. സദ്ദാം ഹുസൈൻ അയാൾ നല്ല ഒരുത്തനായിരുന്നു എന്ന് ഞാൻ എന്നും പറയും. ഇന്ത്യയുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു, നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരെ. അപ്പോൾ അയാളെ സൗദി അറേബ്യ പണിഞ്ഞതാണ് സദ്ദാം ഹുസൈൻ USA കൊണ്ട് അങ്ങനെ
ഒതുക്കി റെഡിയാക്കിയത്. അയാളുടെ കയ്യിൽ മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും USA പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞ് കയറി ആകെ നാശങ്ങൾ. ഇപ്പൊ ഇറാഖിന്റെ സ്ഥിതി കഷ്ടം, വളരെ ദയനീയമാണ്. ഒരുപാട് 10-50 ഭീകര സംഘടനകളൊക്കെ അവിടെയുണ്ട്. ആ രാജ്യത്തെ നാമവിശേഷം ഇംഗ്ലീഷിൽ പറഞ്ഞ, മലയാളത്തിൽ എനിക്ക് പറഞ്ഞ ഇംഗ്ലീഷിന് ഫസ്റ്റ് ലെറ്റർ മാത്രം പറയാം ഞാൻ. ആ രാജ്യത്തെ F ചെയ്തു. അതാണ് അമേരിക്ക ചെയ്തത്. അതിനപ്പുറം ഒരു നല്ല വേർഡില്ല. ആ രാജ്യത്തെ തീർത്തു. അത് കഴിഞ്ഞ് ഈ സൗദിക്ക് എപ്പോഴും കോമ്പറ്റീഷനാണ് സദാം ഹുസൈനും. സുന്നികളാണ് രണ്ടുപേരും. അത് കഴിഞ്ഞ് സൗദി വന്ന് നേതൃത്വം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നു. അപ്പൊ ഗാസയാണല്ലോ എല്ലാവർക്കും. പലസ്തീൻ ഗാസ ഞങ്ങളുടെ വികാരം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു വികാരമല്ല, ഒന്നുമല്ല. അവിടെ 10-20 ലക്ഷം പേരുണ്ട്. അവർ വേണമെങ്കിൽ എല്ലാവരും കൂടെ വീതിച്ചെടുത്ത 10,000 വെച്ച് വീതിച്ചെടുത്ത് ഈ 57 രാജ്യങ്ങളിൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഈ ഇസ്രായേലിനെ ഒതുക്കാൻ അന്ന് ഈ അറബ് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിന് ഭയങ്കര അഗൻസ്റ്റായിരുന്നു. ഇസ്രായേലിന് പോകാൻ വേറൊരു സ്ഥലമില്ല. അവർക്ക് 3500 വർഷമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ രാജ്യമാണ് ഇസ്രായേൽ. അവിടെ നിന്നാണ് ഈ പലായനം ചെയ്യുന്നത്. അല്ല, അവിടെയാണ് ഇവന്മാർ കയറി പണിയുന്നത്. ഈ 57 രാജ്യങ്ങളും അഗൻസ്റ്റാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ പാലസ്തീൻ വിഷയം അറബികളാണ് കൈവച്ചിരുന്നത്. അതായത് ഈജിപ്റ്റ്, സൗദി ഇവരല്ല. ഈജിപ്റ്റ് പിന്നെ ഒരു നമ്മുടെ ക്യാമ്പ് ഡേവിഡ് കരാറിന് ശേഷം ഈജിപ്റ്റ് അങ്ങ് പിൻവാങ്ങി. ഇസ്രായേലുമായിട്ട് അടിവെക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനം. അപ്പൊ സൗദി പിന്നെ ലീഡർഷിപ്പിൽ വന്നു. സൗദി ലീഡർഷിപ്പിൽ വന്നപ്പം ഈ നമ്മൾ ആരും കാണാത്ത, ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ മറന്നുപോയ ഒരു കാര്യം, നമ്മളിവിടുത്തെ പത്രമാധ്യമങ്ങളൊന്നും അതിനെപ്പറ്റി ഒരക്ഷരം വേണ്ടില്ല. അതെന്താണ് സാർ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോക്കൽ പൊളിറ്റിക്സ്, അവരുടെ സർക്കുലേഷൻ വർദ്ധിക്കാൻ എന്ത് കള്ളം എഴുതുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ സർക്കാർ അവരങ്ങനെ എഴുതിയെന്നും പറഞ്ഞ് ഇപ്പം ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കാം ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അത് പിന്നെ ഇറാനിലെ കാര്യം അല്ലെങ്കിൽ പാലസ്റ്റൈനിലെ കാര്യം നോക്കിയിട്ടല്ലല്ലോ അവർ ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ബിസിനസ് ആണ്, ഡെയിലിയുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഒരു 5% മറ്റ് ഫണ്ടമെന്റലിസ്റ്റ് ഉണ്ട്. അവർക്ക് വലിയ താല്പര്യമുള്ളതാണ് ഇതുപോലുള്ള ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. അതാണ് അതിനകത്തുള്ള സത്യം. അല്ലാതെ മുസ്ലിങ്ങളെല്ലാം രാവിലെ എടുത്തിട്ട് ഗാസയിൽ എന്ത് നടക്കുന്നൊന്നല്ല. അവരുടെ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അതിനകത്തൊരു 5% പേര് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട, റാഡിക്കലൈസ് ചെയ്ത ആ ഒരു വിഭാഗം 95% മുസ്ലിംസ് അവരവരുടെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതേ ഉള്ളൂ. പക്ഷെ അവർ കിടന്നുറങ്ങേണ്ട ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് അവിടെ പാലസ്റ്റൈനിൽ ഇസ്രായേലിൽ മറ്റേ ഇത് അവർക്ക് അവിടെ പോകാൻ പറ്റുന്ന ഇവരുടെ ആരുടെയെങ്കിലും മച്ചമ്പി ആരെങ്കിലും കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ പാലസ്റ്റൈനിൽ? എന്നാൽ കെട്ടിച്ചു കൊടുക്കുവോ? ഏതെങ്കിലും പാലസ്റ്റൈൻസിനെ കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ളതാണ് ആണും പെണ്ണും, എന്നാൽ ഒരെണ്ണത്തിനെ കെട്ടിച്ചു കൊടുക്കാത്തത് ആരും കൊടുക്കൂല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ അവരുടെ ഈ ആരബ്സിന്റെ ലീഡർ എന്ന് പറയുന്നത് അന്ന്, അല്ല ആരബ്സിന്റെ അല്ല, നമ്മുടെ പാലസ്റ്റൈൻ്റെ ലീഡർ എന്ന് പറയുന്നത് യാസർ അറഫത്താണ്. അന്ന് ഈ യാസർ അറഫത്ത് പിന്നെ ഒരു ഭയങ്കര ചതി കാണിച്ചോളാം. ഞാൻ അതാണ് നമ്മളെ മീഡിയ എഴുതിയിട്ടില്ല. ഒരു ഭയങ്കര കൊലച്ചതി ചെയ്തോളാം. യാസർ അറഫത്ത് അറബിയാണ്. അപ്പൊ യാസർ അറഫത്ത് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ ക്യാമ്പ് ഡേവിഡിന് മുന്നേ ഞാൻ മറന്നുപോയി, ഒരു കരാർ ഒപ്പിടും എന്നുള്ള ഒരു സമയം ഓസ്ലോ കരാർ എന്ന് പറഞ്ഞ്. പക്ഷെ അത് ഒപ്പിടാൻ വന്നത് വാഷിങ്ടണിൽ വെച്ചിട്ടാണ്. ഓസ്ലോ കരാർ, നോർവേയുടെ ക്യാപിറ്റൽ. അതാണ് ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വൺസ് ആൻഡ് ഫോർ ഓൾ ഇത് നമുക്ക് തീർത്താക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ സംഘടിപ്പിച്ച് എല്ലാം വന്നപ്പോൾ ഞാൻ ഇറാനിലേക്ക് വരെയാണ്. ഇറാൻ അന്ന് വലിയ ശക്തിയൊന്നുമല്ല. ഇറാൻ ഇങ്ങനെ ഇയാൾ പോയി, സുന്നി മറ്റേ നമ്മുടെ സദാം പോയി. അപ്പൊ ആ ഗ്യാപ്പിൽ ഇടിച്ച് കയറാനായിട്ട് സ്റ്റെപ്പ് എടുത്ത് നിൽക്കുകയാണ്. ഇറാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇയാൾ ഒപ്പിടാൻ പറഞ്ഞ ദിവസം വന്നില്ല. അവിടെ തീർന്നേനെ. യാസർ അറഫത്ത് അന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ ഈ പാലസ്റ്റൈൻ തീർന്നേനെ. വിഷയമേ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇയാളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവർ ഹൈജാക്ക് ചെയ്തോണ്ട് ഇറാൻ. അതിനുശേഷം ഒരിക്കലും പാലസ്റ്റൈൻ തീർന്നില്ല. അപ്പൊ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പോയി അത് അന്ന് തൊട്ട് അറബികളുടെ വിഷയം അല്ലാതായി മാറി. അതുകൊണ്ടാണ് പാലസ്റ്റൈനിലുള്ള ഒറ്റ ഒരുത്തനെയും സൗദിയിലും ഈജിപ്തും GCC രാജ്യങ്ങളിലൊന്നും, GCC മാത്രമല്ല ഈജിപ്തിൽ ഉള്ളായിരുന്നല്ലോ ഈ ഗാസ. അപ്പൊ ഈജിപ്തിൽ നിന്ന്
ഈജിപ്തിനും താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഉമ്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഈ പാലസ്റ്റൈൻസ്. അവർക്ക് വാക്കുമാറിയത് പൊതുവെ അങ്ങനെ അല്ല, പാലസ്റ്റൈൻസിനെ പറ്റി അങ്ങനെ ഒരു ചൊല്ലുണ്ട്. കാരണം ഞാൻ ഈ പാലസ്റ്റൈൻ സദാം ഹുസൈൻ ഇരിക്കുന്ന സമയത്ത് ഈ അയ്യോ പിന്നെ പൈസ ഇല്ല, ആഹാരം കഴിക്കാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കാണാൻ സുന്ദരന്മാരാണ് ഇവർ. അവരെ പിടിച്ച് നമ്മുടെ കുവൈറ്റിൽ പോസ്റ്റ് ഇതൊക്കെ കൊടുത്തു, ജോലിയെല്ലാം കൊടുത്ത് ഇവർ നല്ല ഇരുന്നപ്പോൾ ആഹാരം കൊടുത്താണ് കുവൈറ്റുകൾ. മറ്റേ സദാം ഹുസൈൻ ഇന്ത്യയുടെ ഫ്രണ്ടാണ്, അത് വേറെ കാര്യം. അയാൾ കയറി വന്നപ്പം എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ സ്വർണ്ണക്കട ഹാജരാക്കണം, ഈ വീട്ടിൽ സ്വർണ്ണമുണ്ട്, മറ്റിടത്ത് എല്ലാം എല്ലാം പറഞ്ഞു കൊടുത്തത് ഇവന്മാരാണ്, പാലസ്റ്റൈൻസ്. അതുകൊണ്ട് കുവൈറ്റ് ഗവൺമെന്റ് വന്നിട്ട് സകല പാലസ്തീനികളെ അടിച്ചോടിച്ചു. ഇതുകൊണ്ടാണ് ഈ പാലസ്തീനികളെ ആർക്കും താല്പര്യമില്ല. സൗദി കയറ്റില്ല, 57 ഇസ്ലാമിക രാജ്യങ്ങൾ ആരും കയറ്റില്ല. അവർ കയറ്റിയിരുന്നെങ്കിൽ എന്നാ ഈ പ്രശ്നം തീർന്നേ. അപ്പൊ അന്ന് യാസർ അറഫത്ത് ഒപ്പിടാതെ ഇറാന്റെ കൂടെ പോയി. ഇറാൻ ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നു. ഇറാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ആര്യൊന്നും പ്രശാന്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് കുറെ ഗുണ്ടാ സംഘങ്ങളുണ്ട്, അതിലൊന്നും ആരും ഇടപെട്ടു വരും, ഞാൻ സമാധാനത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഈ ഇറാൻ പറയുന്നത് ലോകത്തൊരു രാഷ്ട്രം ഇന്നേ വരെ എൻ്റെ ഓർമ്മയിൽ ഈ അടുത്ത ഒരു 200 വർഷത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു രാഷ്ട്രവും പറഞ്ഞിട്ടില്ല. ജർമ്മനി പോലും ഡത്ത്, ജർമ്മനിക്ക് ഇംഗ്ലണ്ടുകാരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പിന്നെ അമേരിക്കൻസ് ഡത്ത് USA എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. കിട്ടിയാൽ ആക്രമിക്കാം, പിടിച്ചടക്കാം എന്നേ ഉള്ളൂ. ഇത് ഈ തലക്കെട്ടുകാരെ 79 വന്ന കൊമേനി വന്ന അന്ന് തൊട്ട് ഡത്ത് ഇസ്രായേൽ, ഡത്ത് അമേരിക്ക. ഞാൻ അമേരിക്കൻ പാതിയല്ല, അമേരിക്കയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് വരാം, നമുക്ക് രണ്ടാമത്. അപ്പോൾ ഈ പിന്നെ അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഡത്ത് ഇസ്രായേൽ, ഡത്ത്. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ ഇസ്രായേലിനെ തീർക്കണം, അമേരിക്കയെ തീർക്കണം. നമ്മൾ പാകിസ്ഥാൻ നമ്മുടെ എതിരാളിയാണ്, ഒരു സംശയം വേണ്ട. അവർ നമ്മുടെ ആജീവനാന്ത ശത്രുക്കളാണ്, അവരൊരിക്കലും നന്നാവില്ല. പക്ഷെ നമ്മൾ പോലും ഇത്രയും വാറൊക്കെ നടത്തിയിട്ട് ഇത്രയും നമ്മളെ ഉപദ്രവിച്ചിട്ടും ഡത്ത് പാകിസ്ഥാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ചിലപ്പോൾ പാകിസ്ഥാനികൾ നല്ലവരായിരിക്കും, അവിടുത്തെ ഈ അഡ്മിനിസ്ട്രേഷൻ പട്ടാളക്കാരാണ് ഇത് മൊത്തം കുഴപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു പോളിസി ഇല്ല. ഡത്ത് ചൈന എന്ന് 2 രാജ്യങ്ങളാണ് നമുക്കുള്ളത് ശത്രുക്കൾ. ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ചൈന. ഞാൻ പറയും ചൈന നമ്പർ 1, പാകിസ്ഥാൻ നമ്പർ 2. ചൈന വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അന്ന് നിർത്തും എല്ലാ പരിപാടികളും. ചൈനയും USA ചൈനയും പാകിസ്ഥാനെ ഏട് കട്ട് ചെയ്ത് അന്ന് പാകിസ്ഥാൻ പണി നിർത്തി നമ്മളുമായിട്ട് സമാധാന കരാർ ഒപ്പിടും, അതിന് സംശയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഡത്ത് ചൈന എന്നോ ഡത്ത് പാകിസ്ഥാൻ എന്നോ നമ്മൾ പറയാറില്ല. അങ്ങനെ ലോകത്തൊരു രാജ്യവും പറയല്ല. ഈ ഒരു രാജ്യം മാത്രം ഇറാൻ, ശരി അതും പോട്ടെ, അത്ര പറഞ്ഞെങ്കിൽ പുലമ്പിക്കൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ഇങ്ങനെ ചുമ്മാ വല്ലതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അതല്ല, ഹമാസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിനെ പോലുള്ള ഒരു ആർമിയാണ്. തെറ്റിപ്പോയി ഹിസ്ബുള്ള ലെബണനിലെ ഇതാണ്. ലെബണൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള എന്തോന്ന് ഈ ഈസ്റ്റിലെ പാരീസ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. ഭയങ്കര ഫാഷനബിൾ, ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ റാഡിക്കലൈസേഷൻ വഴി കുറെ ഏകദേശം 32% പേര് ഇതായി, ഷിയായി. 35% പേര് സുന്നികളും ക്രിസ്ത്യാനികളും, പിന്നെ ഡ്രൂസ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലോട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഡ്രൂസ് മുസ്ലിംസ്. അപ്പോൾ ഭൂരിപക്ഷം സുന്നി മുസ്ലിമും ക്രിസ്ത്യാനികളും. ഈവൻ ഇപ്പം ലെബണനിലെ പ്രൈം മിനിസ്റ്റർ മുസ്ലിം ആയിരിക്കും, സുന്നി മുസ്ലിം ആയിരിക്കും, പ്രസിഡന്റ് ക്രിസ്ത്യൻ ആയിരിക്കും. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പം USA ചർച്ചയൊക്കെ നയിക്കുന്ന ഒരു മുട്ടയുണ്ട്, ഭയങ്കര ടോളായിട്ടുള്ള, അയാൾ ക്രിസ്ത്യനാണ് പ്രസിഡന്റ്. പ്രൈം മിനിസ്റ്റർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അയാൾ സുന്നിയാണ്. അതാണ് എൻ്റെ ഇത്. പക്ഷേ ഈ ഹിസ്ബുള്ള ഇവന്മാർ വളർത്തിക്കൊണ്ടുവന്നു ഇറാൻ ഷിയാണ് ഹിസ്ബുള്ള വളർത്തി. ലെബണൻ ആർമിയെക്കാളും ഹിസ്ബുള്ളയിലെ ഒരു മെമ്പറിന്, ഒരു ലെഫ്റ്റനന്റിന് ഹിസ്ബുള്ള ലബനീസ് ആർമിയിലെ ലെഫ്റ്റനന്റിനെക്കാളും 3 ഇരട്ടി ശമ്പളം കൂടുതലാണ്. അതിന് വരുമാനമൊന്നുമില്ല ഹിസ്ബുള്ള, ഇറാൻ കൊടുക്കുന്നത്. ഇറാൻ ഓയിലിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് കൊടുക്കണതാണ്. അപ്പൊ ഇവന്മാരെ ഭയങ്കര അപകടകാരികളും. ഒരുപാട് USA 241 പേരെ ഒരൊറ്റ അറ്റാക്കിൽ കൊന്നു. എല്ലാവരും മറന്നുപോയി നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളെല്ലാം. ഒറ്റ ഒരു ഡയറിങ് അറ്റാക്കിൽ 241 പേരെ ഹിസ്ബുള്ള കൊന്നു, ടെററിസ്റ്റ് അറ്റാക്കിൽ. ഇറാൻ ചെയ്തതാണ് ഒന്നാമത്. പിന്നെ ഹുത്തി
ആ. അത് യമനിൽ കിടക്കുന്നതാണ്. അവർ ചെയ്ത നാശങ്ങളൊക്കെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ. ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം അമേരിക്ക പൈസ കൊടുത്ത് ഒതുക്കിയിരുന്നു. അതാണ് അവന്മാർ ഇറങ്ങാത്ത. അവന്മാർ ഇറങ്ങിയിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പം ഒരു ഗുണ്ട ഹെസ്ബുള്ള, പിന്നെ വേറൊരു ഗുണ്ട നമ്പർ 2 ഗുണ്ട ഹമാസ്, പിന്നെ ഇറാഖിൽ 64 ഷിയ ഭൂരിപക്ഷമാണ് ഇറാഖിൽ, സുന്നികൾ കുറവാണ്. അപ്പം ഇറാഖിലും 64 ഭീകര സംഘടനകൾ ഇറാനുണ്ട്. ഈ നമ്മുടെ ഈ തലക്കെട്ടുകാരൻ ഖമേനിക്ക് അതെ ഇപ്പോഴത്തെ കൊമേനി മറ്റേ കൊമേനി ചത്തു. ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പോഴത്തെ ഖമേനി അങ്ങനെ കോമയിലാണ്. അവർക്ക് അതായത് പിന്നെ ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കൺട്രോൾ ചെയ്യുന്ന ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് 64 ഭീകര സംഘടനകൾ ഇറാഖിലുണ്ട്. പിന്നെ ഇതെന്തിനാണ് ഇത്രയും ഒരു വേറെ കാര്യം? ലബനൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ളൊരു സംസ്ഥാനമല്ല, ഇറാന്റെ അടുത്തല്ല. ഇറാനിന്ന് 2000 കിലോമീറ്റർ മറ്റേ ദൂരെയുള്ള വേറൊരു സോവറിൻ കൺട്രിയാണ് ഈ ലബനൻ. അവിടെ ഈ ഇറാൻ എന്തിനാണ് ഇത് വളർത്തുന്നത്? പാകിസ്ഥാൻ ആർമിക്ക് ഇക്വലന്റ് ആണ് ഹിസ്ബുള്ള, ലേറ്റസ്റ്റ് വെപ്പൺസ്, എവറിത്തിങ്. പിന്നെ ഈ ഹിസ്ബുള്ളയെ പാകിസ്ഥാനാണ് ട്രെയിൻ ചെയ്തത്. അതെ, ഹിസ്ബുള്ളയും ഹമാസും രണ്ടുപേരും രഹസ്യമായിട്ട് പാകിസ്ഥാനിൽ ഉള്ള ട്രെയിനിങ് സെന്ററിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ പാരച്യൂട്ടല്ല മൈക്രോ ലൈറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്. ഈ ഒക്ടോബർ 7 2023 അല്ലേ? 23 2023 നമ്മുടെ ഈ ഒരു മൈക്രോ ലൈറ്റ് ഇതിലൊക്കെയാണ് വന്നിറങ്ങിയത്. ഈ മൈക്രോ ലൈറ്റ് കൊടുത്ത ചൈനയും പിന്നെ ഇതിന്റെ ട്രെയിനിങ് എല്ലാം കൊടുത്തത് പാകിസ്ഥാൻ. അപ്പോൾ അവരും നല്ല വെൽ എക്വിപ്ഡ് ട്രെയിൻഡ് ആണ്. അപ്പോൾ 1 2 3 4 പിന്നെ ഇവർക്ക് ലോകത്തെല്ലായിടത്തും ചെറിയ സ്ലീപ്പർ സെല്ലുണ്ട്. ഭീകര ഇപ്പൊ ലണ്ടനിലാണ് പാരീസിലാണ് ഞാൻ നടന്നുള്ള ഒരു അറ്റാക്ക് നടത്തി. ലണ്ടനിലോ പാരീസിലാണ്. ലണ്ടനിലും തുടർച്ചയായിട്ട് നടന്നു വരികയാണ്. പാരീസിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നു. എന്നാൽ പാരീസിലായിരിക്കും. ലണ്ടനാണ് ഞാൻ മറ്റാണ്. അപ്പൊ ഇങ്ങനത്തെ സ്ലീപ്പേഴ്സ് ഇന്ത്യയിലുണ്ട്. നമ്മുടെ ഇസ്രായേലിലെ ഡൽഹിയിലെ ഒരു 5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇസ്രായേലിലെ എംബസിയിലെ വാഹനത്തെ ആക്രമിച്ചു. പിന്നെ ഇന്ത്യ അടുപ്പിച്ചു, പരിപാടി നിർത്തണം, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷെ അവന്മാർ ഉറങ്ങിയാണ്. അവന്മാർ ഇപ്പോഴും ഇവിടെ ആക്റ്റീവ്. അപ്പൊ ഇതേപോലെ ഈ ഇറാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ സൗദി എന്നൊക്കെ പറഞ്ഞ അതെ സൗദി, ഈ UAE എന്നൊക്കെ പറഞ്ഞ അവർ ഈ ഓയിൽ വന്നപ്പോഴാണ് അവർക്ക് 10 പൈസ ഉണ്ടത്. അല്ലാതെ അവർക്ക് വേറെ കൾച്ചറോ ഒന്നും ഇല്ല, സിവിലൈസേഷൻ ഒന്നും ഇല്ല. ഒട്ടകങ്ങളും ഈന്തപ്പഴവും കഴിച്ച് അവർ കഴിഞ്ഞാണ് ഓയിൽ വന്ന ഒരുപാട് പൈസയായി, ഫിൽക്കി റിച്ചായി. ഇറാൻ അങ്ങനെയല്ല. അവർക്ക് നല്ല ആള് താമസമുള്ള സിവിലൈസ്ഡ് സൈറസ് ദി ഗ്രേറ്റിന്റെ ബാക്കിയുള്ളവരാണ്, അനന്തരാവകാശികൾ. അപ്പൊ ആ ഒരു സിവിലൈസേഷനുള്ള ഈ ഇറാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഈ 2026 കുറെ ഓയിൽ വെൽത്ത് അല്ലാതെ എന്തെങ്കിലും വേറെ ഒന്നും ഇല്ല. ഇവിടെ സാങ്ഷനാണ് USA അവരുടെയൊക്കെ. പിന്നെ അപ്പം ഈ സൗദിയും UAE എന്താ ചെയ്തത്? അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ ദുബായ് എങ്ങനെയായി? ഇപ്പൊ ലോകത്തിലുള്ള എല്ലാവരും ബ്രിട്ടീഷുകാരന്മാരും എല്ലാവരും കൂടെ പറന്ന് ദുബായിൽ വന്നങ്ങ് ഇപ്പൊ ഷാരൂഖ് ഖാൻ, ഇവിടെയുള്ള ഷാരൂഖ് ഖാൻ ഇതുപോലുള്ള ആളുകളെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്ന അവിടെയാണ്. അവിടെ എന്തോന്നിരിക്കുന്നത്? കുടിക്കുന്ന വെള്ളം പോലും കാശ് കൊടുത്ത് വാങ്ങിക്കണം. ഈ ഡ്രിങ്കിങ് വാട്ടർ ഇല്ല, റിവർ ഇല്ല. പക്ഷെ അത് അവര് സ്വർഗീയ ഭൂമിയാക്കി ദുബായും. അത് കണ്ടിട്ട് ഈ ദുബായിയുടെ വളർച്ച കണ്ട് സൗദിയിലെ പുതിയ മറ്റേ രാജ സൽമാൻ ആ ലെവലിലാക്കാനായിട്ട് ശ്രമം നടത്തും. ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവരുടെ പൈസ മാത്രമേ ഉള്ളൂ. അതേസമയം ഇറാന് ഓയിലുണ്ട്, യുറേനിയം മൈൻസ് ഉണ്ട്, അയൺ ഓർ ഉണ്ട്, റിവർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇറാൻ എവിടെ നിൽക്കുന്നു? UAE എവിടെ നിൽക്കുന്നു? അപ്പൊ ആ രാജ്യത്തെ നശിപ്പിച്ചു ഈ തലക്കെട്ടുകാരന്മാർ. നേരെ മറിച്ചൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയുള്ള നമ്മുടെ ആളുകൾ ഞാൻ പോലും ഇത് ആദ്യം വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ അത് വിശ്വസിക്കേണ്ടി വന്നു. എത്ര പേര് ഇന്ത്യ പറഞ്ഞാൽ വിശ്വസിക്കുക? അതായത് ഈ USA ആണ് ആക്ച്വലി ഈ പരിപാടികളുടെ ഈ ഇറാൻ്റെ ഈ തലക്കെട്ടുകാരനെ കൊണ്ടുവന്നതും എല്ലാം. അപ്പം ഞാൻ പറയുന്ന ഈ ഷാ ഇരുന്ന സമയത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ
ഓപ്പറേഷൻ ഫ്ലവർ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടായിരുന്നു, അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഇറാൻ. ആരെന്നറിയാം എൻ്റെ പാർട്ട്ണർ? ഇസ്രായേൽ. ഓ, എന്താ അതിനകത്ത് അവരെ പരിപാടി എന്നറിയാം? ഇല്ല. ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാം. അതായത് ഇറാനും ഇസ്രായേലും കൂടെ ചേർന്ന് അവിടെ നിന്നാണ് ഈ 26 അങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതേ ഇല്ല. ഞാൻ പോലും ഇത് വിശ്വസിച്ചില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു രാഷ്ട്രത്തെ ഈ ഇറാനിലെ ഈ തലക്കെട്ടുകാർ വന്ന് റാഡിക്കലൈസ് ചെയ്ത് അതിനെ നശിപ്പിച്ചു. അപ്പൊ ഇവൻ പറയാണ് ഇറാൻ പറയണ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറി ഞാൻ ആക്രമിക്കും, ഇസ്രായേൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവനും ഒരു രാജ്യമല്ലേ. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ നീ ഇവിടെ ജീവിച്ചു പോരുത്, നീ പൊക്കോ എന്ന് പറയും പോലുള്ളത്. അവരും ലോകത്ത് 2 കോടി ജൂതന്മാരുണ്ട്. നമ്മളിപ്പോ ജൂതന്മാരുടെ ഏജന്റ് ഒന്നുമില്ല, പക്ഷെ അവര് 2 കോടി ജൂതന്മാർക്ക് ജീവിക്കണ്ടേ? 16% നോബൽ സമ്മാനത്തിന്റെ 16% കിട്ടിയത് അവർക്കാണ്. ചുമ്മാ കിട്ടൂലല്ലോ, കൈക്കൂലി കൊടുത്തും കൊടുക്കൂല. ജൂതന്മാരെ ഇഷ്ടമല്ല മൊത്തത്തില്. ഒരു രാജ്യങ്ങൾക്ക് ജൂതന്മാരെ ഇഷ്ടമല്ല, USA ഒഴിച്ച് വേറെ ഒരു രാജ്യത്തിനും ഇഷ്ടമല്ല. അതുകൊണ്ടല്ല അവരെ ഓടിച്ചിട്ട് അവരെ വേട്ടയാടുന്നത്. എത്രയോ നാളുകളായിട്ട് ജർമ്മനി വേട്ടയാടുന്നതിന് മുമ്പ് എത്രയോ പേരെ എത്ര പ്രാവശ്യം അടിച്ചിറക്കിയത് അവര്. അവരുടെ രാജ്യത്തിൽ നിന്ന് തന്നെ 2 പ്രാവശ്യം അടിച്ചിറക്കി. ഇപ്പോഴല്ല, ഡ്യൂറിങ് ദ ബിബ്ലിക്കൽ ടൈംസ് അവരുടെ ക്ഷേത്രത്തെ നശിപ്പിച്ചു. അപ്പൊ അവരോട് എന്നും എല്ലാ രാജ്യങ്ങളും മുഖം തിരിച്ചു. അപ്പൊ അവർക്ക് സർവൈവ് ചെയ്യണ്ട. അതുകൊണ്ട് അവര് ഭയങ്കര പ്രൊഫഷൻ്റായി, ഭയങ്കര മിടുക്കരായി. അപ്പൊ അവരെ നശിപ്പിച്ചിട്ട് ഇറാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഇസ്രായേലുമായിട്ട്? നമ്മൾ ഒരു വിധത്തിൽ ആലോചിച്ച് ബോർഡർ ഇല്ല, ഇറാനും ഇസ്രായേലും തമ്മിൽ ബോർഡർ ഇല്ല. ഈ സൗദി ആയിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്. സൗദിക്കും UAEക്കും അവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ സഹകരണമാണ്. മാത്രമല്ല ഒരു ഭയങ്കര ഒരു പോക്കൃത്തണമെന്ന് തന്നെ പറയാം. ഒരു നമ്മുടെ സഭ്യമല്ല എന്നൊക്കെ ചില തെണ്ടിത്തനം എന്ന് പറയില്ലേ, ഒരു പരിപാടി ഇറാൻ കാണിച്ചു. അതും നമ്മുടെ മീഡിയ മറന്നുപോയി പലരും. അതായത് ഈ എബ്രഹാം കരാർ UAE ഒപ്പിട്ടു, ജോർഡാൻ ഒപ്പിട്ടു, സൗദി ഒപ്പിടാൻ പേനയൊക്കെ എടുത്ത് ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോണതിന്റെ തലേ ദിവസമാണ് ഒക്ടോബർ 7 കൊണ്ടടിച്ചു കൊടുത്തത്. ഒരു കാരണവശാലും സൗദിയും ഇസ്രായേലും തമ്മിൽ ഒപ്പിടരുത്. ഇത് നമ്മുടെ മീഡിയ ഒന്നും എഴുതില്ല. ഈ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കണ്ടേ. അത് പറയാതെ കുറെ പേര് ഇത് ട്രംപിനെ താങ്ങും, കുറെ പേര് ഇത് ഇറാനെ താങ്ങും. അതിലേക്ക് വരാം. അതൊരു പ്രത്യേക വിഷയമായിട്ട് ഞാൻ ചോദിക്കാനിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ച് ഈ മൂലകാരണം ആരംഭിച്ചത് ഒരർത്ഥത്തിൽ മതമൗലികവാദം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അമേരിക്ക അവിടെ പ്ലേസ് ചെയ്തതോടുകൂടിയാണ്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ ചതിയുടെയും വഞ്ചനയുടെയും ഈ പറഞ്ഞ കൊലപാതകങ്ങളുടെയൊക്കെ ആരംഭം അവിടെ നിന്നാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ള ഇറാന്റെ അതിമോഹം ഇതൊക്കെയാണ്. അത് മാത്രം അടിസ്ഥാനപരമായിട്ട് ഈ പശ്ചിമേഷ്യൻ പ്രശ്നത്തിന്റെ മൂല കാരണം ഇതാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഈ അമേരിക്കയുടെ ഇടപെടലുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.